ഇമ്പപ്പൂവിന്റെ തിളക്കത്തോടെ നാളുകൾ നല്ലതാകട്ടെ. നന്മയുടെയും മേന്മയുടെയും നാളുകൾ മുന്നിലൂടെ കടന്നു പോകട്ടെ. എല്ലാവർക്കും മലയാളത്തിന്റെ മണമുള്ള ഒരു പുതുവർഷം നേരുന്നു. സക്രിയെ പരിചയപ്പെടട്ടെ, എന്റെ കൂടെ വരും. ഇതാണ് നമ്മുടെ സക്രിയ. കണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ഉണ്ടാകും, കണ്ടിട്ടുള്ളവരുണ്ടാകും, കണ്ടിട്ടില്ലാത്തവരും ഉണ്ടാകും. ഷോപ്പിൽ ഇത് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നി, വാങ്ങിയെന്നേ ഉള്ളൂ. അപ്പം കരുതി നിങ്ങളായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. ഇതൊരു സ്വീറ്റാണ്. കണ്ടോ, അതിലെഴുതിയിരിക്കുന്നത് സക്രിയ എന്ന്. ഇതിന് മിമോസ ബോൾ എന്നും പറയും. അതുപോലെ നകുൽ ധന, രാം ധന, ഇലൈച്ചി ധന, അങ്ങനെയും പേരുകളുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിത് നമ്മുടെ കവറിൽ നിന്ന് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഇത് നമ്മുടെ മലരുണ്ടല്ലോ, മലരിൻ്റെയൊക്കെ ഒരു ടെസ്റ്ററാണ്. ശരിക്കും ഇത് ഈ കളറിൽ മാത്രമല്ല, വൈറ്റ് കളറിൽ മാത്രമല്ല, പല കളേഴ്സിലും അവൈലബിൾ ആണിത്. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് ഷുഗറിന് പകരമായിട്ട് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ചില ക്ഷേത്രങ്ങളിലൊക്കെ പ്രസാദമായിട്ടും ഇത് നൽകാറുണ്ട്. നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എല്ലാ ക്ഷേത്രങ്ങളിലും പോയിട്ടില്ല, പക്ഷെ പോയിട്ടുള്ളിടത്തൊന്നും ഇതുവരെ കിട്ടിയിട്ടുമില്ല. ശരിക്കും നോർത്ത് ഇന്ത്യയിലുള്ള ക്ഷേത്രങ്ങളിൽ പ്രസാദമായിട്ട് ഇത് നൽകാറുണ്ട്. അതായത് ഈ സ്വീറ്റും നമ്മുടെ മുന്തിരിങ്ങ ഉണ്ടല്ലോ, ഉണക്ക മുന്തിരി, പിന്നെ കൽക്കണ്ടം, ഇതെല്ലാം കൂടെ ചേർത്ത് പ്രസാദമായിട്ട് നൽകാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇത് സാധാരണ ഉപയോഗിച്ച് വരുന്നത്. പിന്നീട് ഇതിനെക്കുറിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വേറുള്ള കാര്യങ്ങളൊന്നും കൂടുതലായി അറിയില്ല. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും നമ്മുടെ ഈ കേരളത്തിലുള്ളിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഇത് കിട്ടുന്നതായിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിനെക്കുറിച്ച് വേറെയും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരു പുതിയ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമല്ലോ. അതുപോലെ ഈ സ്വീറ്റിന് നല്ല കൽക്കണ്ടത്തിൻ്റെ ഒക്കെ പോലത്തെ നല്ല മധുരം, ഒരുപാടൊന്നും നമുക്ക് കഴിക്കാൻ സാധിക്കില്ല. ഇത് ഈ സ്വീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നറിയാമോ? പഞ്ചസാര ഉണ്ടല്ലോ, പഞ്ചസാര വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് സിറപ്പാക്കും. എന്നിട്ട് അതൊരു മെഷീനിലിട്ട് മോഡിഫൈ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.